കരങ്ങളിലവൻ നിന്നെ വാഹിച്ചതാ. കണ്ട, കർത്താവ് നാം പാപികളായിരുന്നപ്പോൾ തന്നെയാണ് സ്നേഹിച്ചത് അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഭാരം കിട്ടുമോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിഞ്ഞാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ ചങ്കു പിളർന്നു എപ്പോഴാണ് ആ പ്രാണൻ ഉലഞ്ഞത്, കർത്താവിന്റെ പ്രാണൻ ഉലഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ കർത്താവ് താഴെ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന കർത്താവിനേക്കാൾ താഴേണ്ടവരല്ലേ നമ്മൾ. ഇന്ന് പലയിടത്തും നാം ചെല്ലുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? വിശ്വാസികൾ ഇരുന്ന് കൈയടിച്ച് ശക്തമായിട്ട് ആരാധിക്കും അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? പറയാതിരിക്കാൻ പറ്റത്തില്ല. പലയിടത്തും ചെല്ലുമ്പോൾ ദൈവദാസന്മാർ അവര് കൈയൊക്കെ കെട്ടി ഇതൊക്കെ കാണാൻ കാഴ്ചക്കാരായിട്ട് അല്ലേ? ഇത് ഞങ്ങളെ ഇവിടുന്ന് വന്നത്. പക്ഷെ കർത്താവും വന്നതാണപ്പോ, നിങ്ങൾ വന്നതാണ്, കർത്താവും വന്നായിരുന്നു. നമ്മൾ എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാണ്, കർത്താവിന്റെ മക്കളാണ്. ഒരുമിച്ച് വേണം കർത്താവിനെ ആരാധിച്ച്. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ്. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ മക്കളായിട്ട് ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിച്ചു ഘോഷിച്ച് ഉല്ലസിച്ച് മഹത്വപ്പെടുത്തുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട. ഓ, എന്നെയും നിന്നെയും വീണ്ടെടുത്തത് കർത്താവിന്റെ വിശുദ്ധ രക്തത്താലാണ്. ആ ശുദ്ധ രക്തത്താൽ, കൃപയാല്, വിശ്വാസത്താൽ, കൃപയാൽ അല്ലാതെ ഈ രക്ഷ നമുക്ക് ഇല്ല. നമ്മുടെ ഒന്നും പറയാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ലെന്ന് വചനം തന്നെ പറയുന്നു. അതുകൊണ്ട് താങ്കളുടെ പ്രവൃത്തിയോ ഒന്നും കാരണമാക്കേണ്ട. ഞാൻ എന്തെങ്കിലും കുറച്ച് രൂപ അല്ലെങ്കിൽ ഞാൻ വലിയ വലിയ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ പ്രവൃത്തികളുടെ വിശേഷത വചനം പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ നന്മ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്തെങ്കിലും കൊടുത്തിട്ട് ഹല്ലേലൂയ വലിയ കാര്യം നേടിയെന്ന് വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി. ഹല്ലേലൂയ. വിധവയുടെ 2 കാശിന് വില കൽപ്പിച്ച കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കുക, കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക, കർത്താവിന്റെ ക്ഷമയുടെ ഭാവത്തെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ഭാവത്തെ, കർത്താവിന്റെ താഴ്മയുടെ ഭാവത്തെ ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് ഞാൻ സ്വർഗത്തിന് അവകാശിയായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ ഹല്ലേലൂയ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. ബാക്കി കർത്താവിനോട് പറയുക, കർത്താവേ എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല, എന്നെ രക്ഷിക്കണമേ. ഞാൻ പലപ്പോഴും പലരുടെയും കുറ്റം പറഞ്ഞു പോകുന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഏറ്റവും കൂടുതൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഉപവാസത്തോടെ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലും ദോഷത്തിൽ നമ്മളാണ്. ആ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ആ തന്ത്രങ്ങളെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് പെട്ടെന്ന്